കർണാടകയിലെ ബംഗളൂരുവിന് സമീപം കെഎസ്ആർടിസി ബസ് മറിഞ്ഞ് കോഴിക്കോട് സ്വദേശികളായ ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ഡിപ്പോയിൽ നിന്നും പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർക്ക് വേണ്ടത്ര വിശ്രമം ലഭിക്കാത്തതാണ് അപകട കാരണമെന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്ന് ഗതാഗത മന്ത്രി സി.പി. ജോൺ പറഞ്ഞു. പുലർച്ചെ 6:40 ബംഗളൂരു മൈസൂർ ഹൈവേയിലെ രാമനഗര ബിഡിതയിൽ ബസ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് സിഗ്നൽ ബോർഡിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. കണ്ടക്ടർ NM അരുൺ തൽക്ഷണം മരിച്ചു. ഡ്രൈവർ ബിജിലേഷ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. 30-ൽ താഴെ യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. 4 പേർക്ക് ഗുരുതര പരിക്കേറ്റു. പരിക്കേറ്റവരെ രാജരാജേശ്വരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വിടതി കൊമ്പണ്ണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. പരിക്കേറ്റ എല്ലാവരുടെയും ചികിത്സാ ചെലവ് KSRTC ഏറ്റെടുക്കുമെന്നും ഡ്രൈവർക്ക് വേണ്ടത്ര വിശ്രമം ലഭിച്ചില്ലെന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്നും ഗതാഗത മന്ത്രി സി.പി. ജോൺ പറഞ്ഞു. റെസ്റ്റ് കിട്ടുന്നില്ല, അതിനെ കുറിച്ചൊക്കെ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഈ ആദ്യത്തെ 2-3 ദിവസം കഴിയുമ്പോൾ അതും പരിശോധിക്കുന്നുണ്ട്. അതിൽ പരിക്ക് പറ്റിയിട്ടുള്ളവരുടെ എല്ലാവരുടെയും ചികിത്സ പൂർണ്ണമായും KSRTC തന്നെ നടത്തും. അപകടത്തിൽപ്പെട്ട KSRTCയുടെ ഡീലക്സ് ബസ് ഇന്നലെ രാത്രി 9:30-ക്കാണ് കോഴിക്കോട് നിന്നും യാത്ര പുറപ്പെട്ടത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം അടക്കം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലെത്തിക്കും. മീഡിയ 1 കോഴിക്കോട്.